ഞാനേ നമ്മുടെ അടുത്തുള്ള സുള്ളിയത്ത് വന്നേക്കുവാണ്. ഇത് പത്രോടെ ഉണ്ടാക്കുന്ന ഇലയാട്ടോ, ചേമ്പല പോലത്തെ കണ്ടോ. ശരിക്കും ആ ചേമ്പലയല്ല, നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ചേമ്പിന്റെ ഇല കുറച്ച് ചൊറിയും. ഇതാ ശരിക്കും ഇതിന്റെ ഇല കണ്ടോ. അപ്പൊ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കടകളില് കെട്ട് പോലെ കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെയെല്ലാം ഉണ്ട്. ഇതുപോലത്തെ രണ്ടെണ്ണം ഞാനും എടുത്തിട്ടുണ്ട് കണ്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതൊരു സീസണാന്ന് തോന്നുന്നു ഇപ്പം. ഇത് 2 ടൺ. ഇപ്പൊ 30 രൂപയാ. 30 രൂപ, 60 രൂപ രണ്ടെണ്ണത്തിന്. ഓക്കെ. അപ്പൊ നമ്മൾ പത്രോടെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് എല്ലാം ഞാൻ കഴുകി ക്ലീൻ ആക്കി വെച്ചു. ഇനി ഓരോ ഇലേനെ മുറിച്ച് ഇതിന്റെ അടിയിലത്തെ ഞരമ്പില്ലേ, ഈ വണ്ണമുള്ള ഞരമ്പുകളെയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെത്തിയെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഞരമ്പെല്ലാം കളഞ്ഞ് ഇതേണ്ട ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ചെറുത് തൊട്ട് വലുത് വരെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല കഴുകി റെഡി ആക്കിയത്. ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞു കേട്ടോ. ഇനിയാണ് നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കി മാവ് സംഭവം ഞാൻ റെഡിയാക്കി കാണിക്കാം. നമ്മളെ പത്രോട ഉണ്ടാക്കാൻ വേണ്ടി ഇലയെല്ലാം റെഡിയാക്കിയില്ലേ. ഇനിയിപ്പം ഒരു നാഴി പച്ചരിയുണ്ട്, കുതിർത്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു മുറി തേങ്ങയുണ്ട്, പിന്നെ മുളകും മല്ലിയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ശകല ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഉലുവ, ഇച്ചിരി വാളംപുളി, ഒരു കഷ്ണം വെല്ലം എടുത്തിട്ടുണ്ട്. പിന്നെ ശകലം കായവും വേണം കേട്ടോ. നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാവേ, ഒന്ന് ചൂടായിക്കോട്ടെ. ഉലുവ ഇടാം. അതുപോലെ തന്നെ നമ്മുടെ തെറ്റിപ്പോയിട്ടോ പറഞ്ഞത്, അത് ഉഴുന്നാണ്. ഉഴുന്ന പിന്നെ ഉലുവ. നമ്മുടെ ഉലുവയും അതുപോലെ ഉഴുന്നും ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് മുളകും മല്ലിയും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മുളകും മല്ലിയും എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ കാണിച്ച സംഭവങ്ങളെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ, അധികം വെള്ളമില്ലാതെ. അപ്പൊ ഞാൻ നമ്മുടെ മാവെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ നമുക്ക് ഇതിലോട്ട്. ഫുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കണേ, ഒരു ശകലം. നമ്മുടെ ഉപ്പും കായും എല്ലാം കൂടി നമ്മുടെ അരപ്പിൽ നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത് കണ്ടോ, ഈ ഇല എടുക്കുന്നു. ഇതിൻ്റെ ഇവിടെ ഈ പുറ സൈഡിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് തേച്ച് കൊടുക്കുക കേട്ടോ. കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കണം. ഇത് ഈ ഒരു പരുവത്തിലാണ് ഞാൻ മാവ് എടുത്തിരിക്കുന്നത്. ഭയങ്കര ലൂസും ആയിക്കൂടാ, ഭയങ്കര കട്ടി ആയിക്കൂടാ. വളരെ കനം കുറച്ച് ഇത് തേച്ച് കൊടുക്കാവേ. ഇനി നമ്മൾ അതിനെക്കാട്ടും ചെറിയ ഇല വെച്ച് കൊടുക്കാൻ പോവുക കേട്ടോ, അതിൻ്റെ മുകളിൽ. എന്താ ഞാൻ ഇനി അതേലും ഈ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മാവിനെ തേച്ച് കൊടുക്കാം. വളരെ കനം കുറച്ച് തേച്ചാൽ മതി, കാരണം ഇതിനെ നമ്മളൊന്ന് ചുരുട്ടി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വല്ലാതെ കനം കൂട്ടി മാവ് തേച്ചിട്ടുണ്ട് എല്ലാം വെളിയിലോട്ട് വരും, വൃത്തികേടാവും. ഈ രീതിയിൽ ഇതേലും തേച്ച് കൊടുക്കാം. ഇനി ഞാൻ 3ാമത്തെ ഇല എടുത്തു കേട്ടോ. അതും ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പുരട്ടി കൊടുക്കാം. കുറച്ച് മെനക്കേടിക്കുക, പക്ഷെ ഇത് നല്ലതാണ്. ഈ കർക്കിടക മാസത്തിലാട്ടോ നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ ഇതാക്കി കഴിക്കുന്നത്. ശരീരത്തിന് നല്ല കേട്ടോ. ഇനി 4ാമത്തെ ഇല. ഞാൻ 4 ഇലയാണ് വെക്കുന്നത്. 3 എണ്ണം വെക്കാം, 4 എണ്ണം വെക്കാം, 5 എണ്ണം വെക്കാം, എത്ര വേണേലും വെക്കാം നമുക്ക് കണ്ടോ. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ ഈ സൈഡ് ഇങ്ങോട്ട് മടക്കണം. ഈ സൈഡ് മടക്കിയിട്ട് ഇവിടെ നമ്മൾ മാവ് തേച്ച് കൊടുക്കണം. അതേപോലെ തന്നെ ഇപ്പുറ സൈഡും ഇങ്ങോട്ട് മടക്കുക. ഇങ്ങനെ കണ്ടോ, ഇവിടെ മാവ് തേച്ച് കൊടുക്കുക. നമ്മൾ ഇത് ഇങ്ങോട്ട് മടക്കി ഇതും ഇങ്ങോട്ട് മടക്കി വെക്കണം. എന്നിട്ട് അതിലും മാവ് തേച്ച് കൊടുക്കണം. ഇപ്പം നിങ്ങൾ ഓർക്കും എന്ത് മെനക്കെട്ട പരിപാടിയാണ്. മെനക്കെട്ട പരിപാടിയൊന്നും അല്ല കേട്ടോ, സംഭവം അടിപൊളിയാണ്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എത്ര ടൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റാവോ അങ്ങനെ അത്ര ടൈറ്റ് ചുറ്റി കൊണ്ടുവരണം കേട്ടോ. ഇതേപോലെ. എന്നിട്ട് നമുക്ക് അവിടെ എല്ലാം ഇതുപോലെ മാവ് തേച്ച് പിടിപ്പിക്കാം. അതാ ഞാൻ പറഞ്ഞു, കുറച്ച് മാവ് അധികമായാൽ വെളിയിലോട്ട് വരും. ഉണ്ടോ, ഈ ഒരു രീതി മൊത്തം തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ ഇതുപോലെ മടക്കി കണ്ടോ, മൊത്തം നമ്മുടെ മാവിനെ അങ്ങ് തേച്ച് പിടിപ്പിച്ച്. ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ബാക്കി ഇലയെല്ലാം അങ്ങനെ ആക്കട്ടെ, സംഭവം അടിപൊളിയാണ്. അപ്പം നമ്മുടെ പത്രാവടയൊക്കെ ഞാൻ നല്ല ആവിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10-25 മിനിറ്റെങ്കിലും കുറഞ്ഞത് വേവണം കേട്ടോ. അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ പത്രാവട വെച്ചിട്ടേ അരമണിക്കൂറായ സംഭവം നല്ല വെന്ത് കണ്ടോ, കളറൊക്കെ മാറിയത് കണ്ടോ. ഇനി നമുക്ക് ഇത് താത്തു വെക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ചൂടോടെ നമുക്ക് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് കഴിക്കാം, അല്ലാതെ പൊരിച്ചും കഴിക്കാവേ.
അപ്പം നമ്മുടെ പത്രവട ഞാൻ എടുത്തു കഴിഞ്ഞ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ട് മുറിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ മുറിക്കല്ലേ അതേപോലെ. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ മുറിച്ചെടുക്കാം. കണ്ടോ. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് ഇനി ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇതിനെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാവേ. പാത്രത്തിലോട്ട് എടുക്കുന്ന ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. കണ്ടോ. അപ്പം ഞാൻ ബാക്കിയും കൂടി ഒന്ന് മുരിച്ചെടുക്കട്ടെ. അപ്പം ഞാനും അമ്മയും കൂടി പത്രവട തിന്നാൻ പോവാണേ. തിന്നോമേ. ഞങ്ങളിടയ്ക്ക് ആക്കി കഴിക്കാറുള്ളതാണ് ഇത്. ശരിക്കും കർണാടക അതിർത്തി ആയതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ അമ്മേ. ഇങ്ങനത്തെ വെറൈറ്റി സംഭവമൊക്കെ. ഇലയല്ലേ, നല്ല സൂപ്പറാ. കണ്ടോ, ഇതുണ്ടോ അല്ലേ? ഇലയും കൂടി മുരിഞ്ഞു കൊള്ളാം.